വെൽക്കം ബാക്ക് ടു PSC പീഡിക. നമുക്കിന്ന് 2025 ജനുവരി മാസത്തെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യം കിരിബാത്തി ദ്വീപ്. പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യം കിരിബാത്തി ദ്വീപ്. സെക്കൻഡ് വൺ, 2025 25ാമത് വാർഷികം ആചരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിമ തിരുവള്ളൂർ പ്രതിമ. 2025 25ാമത് വാർഷികം ആചരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിമ തിരുവള്ളൂർ പ്രതിമ. അതിൻ്റെ ഉയരം 133 അടിയാണ്. നെക്സ്റ്റ് വൺ, 2024 ഒട്ടക വർഷമായിട്ട് ആചരിച്ചു. അതുപോലെ 2025 ആചരിക്കുന്നത് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം, ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്താരാഷ്ട്ര വർഷം. 2025 വർഷം ആചരിക്കുന്നത് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം, ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്താരാഷ്ട്ര വർഷം. അടുത്തത് 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 വീരമണി ദാസൻ. 2023 ശ്രീകുമാരൻ തമ്പി. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 വീരമണി ദാസൻ. 2023 ശ്രീകുമാരൻ തമ്പി. അടുത്തത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ഭുവനേഷ് കുമാർ. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ആയി നിയമിതനായത് ഭുവനേഷ് കുമാർ. നെക്സ്റ്റ് വൺ, കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ കണ്ണാടിപ്പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? കന്യാകുമാരിയിൽ. കന്യാകുമാരിയിലാണ് കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ കണ്ണാടിപ്പാലം ഉദ്ഘാടനം ചെയ്തത്. ഇത് തിരുവള്ളൂർ പ്രതിമയും വിവേകാനന്ദ പാറയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നീളം 77 മീറ്ററും വീതി 10 മീറ്ററുമാണ്. ഇതിന് നിർമ്മാണ ചെലവ് 37 കോടി രൂപയാണ്. ഇത് നാടിന് സമർപ്പിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. അപ്പോൾ കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ കണ്ണാടിപ്പാലം ഉദ്ഘാടനം ചെയ്തത് കന്യാകുമാരിയിലാണ്. തിരുവള്ളൂർ പ്രതിമയും വിവേകാനന്ദ പാറയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ചെലവ് 37 കോടി രൂപ. ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. നെക്സ്റ്റ് വൺ, പന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് ഇടം പോയിന്റുകൾ. പന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് ഇടം പോയിന്റുകൾ. അടുത്തത് സൂര്യകിരൺ 2024 വേദി. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് സൂര്യകിരൺ. സൂര്യകിരൺ 2024 വേദി സൽജന്തി, നേപ്പാൾ. സൽജന്തി, നേപ്പാളിലാണ് സൂര്യകിരൺ 2024 വേദി. അടുത്തത് സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് ആറന്മുളയിലാണ്. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് ആറന്മുളയിൽ. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. അപ്പോൾ സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് ആറന്മുളയിലാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. അടുത്തത് കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അടുത്തത് ഒരു നിയമനമാണ്. 2024 ഡിസംബറിൽ റവന്യൂ സെക്രട്ടറിയായി നിയമിതനായത് അരുണീഷ് ചൗള. 2024 ഡിസംബറിൽ റവന്യൂ സെക്രട്ടറിയായി നിയമിതനായത് അരുണീഷ് ചൗള. അടുത്തത് ISROയുടെ സ്പെയ്ഡെക്സ് ദൗത്യം വിക്ഷേപിച്ചത് 2024 ഡിസംബർ 30. ISROയുടെ സ്പെയ്ഡെക്സ് ദൗത്യം വിക്ഷേപിച്ചത് 2024 ഡിസംബർ 30. അടുത്തത് CRPFൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് വിതുൽ കുമാർ. വിതുൽ കുമാറാണ് CRPFൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. അടുത്തത് തൻവിയൻ പിറന്തനാൾ എന്ന പുസ്തകം എഴുതിയത് യുമ വാസുകി. തൻവിയൻ പിറന്തനാൾ എന്ന പുസ്തകം എഴുതിയത് യുമ വാസുകി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ് യുമ വാസുകി. അപ്പോൾ തൻവിയൻ പിറന്തനാൾ എന്ന പുസ്തകം എഴുതിയത് യുമ വാസുകി. നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര ടെസ്റ്റിൽ ബൗളിങ്ങിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും വലിയ റേറ്റിംഗ് സ്വന്തമാക്കിയത് ജസ്പ്രീത് ബുംറ. അന്താരാഷ്ട്ര ടെസ്റ്റിൽ ബൗളിങ്ങിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും വലിയ റേറ്റിംഗ് സ്വന്തമാക്കിയത് ജസ്പ്രീത് ബുംറ. റേറ്റിംഗ് 907.
904 റേറ്റിംഗ് ഉണ്ടായിരുന്ന രവിചന്ദ്രൻ അശ്വിനെയാണ് ബുംറ മറികടന്നത്. 904 റേറ്റിംഗ് ഉണ്ടായിരുന്ന രവിചന്ദ്രൻ അശ്വിനെയാണ് ബുംറ മറികടന്നത്. അടുത്തത് 2025 അന്തരിച്ച സസ്യശാസ്ത്രജ്ഞൻ KS മണിലാൽ. 17-ാം നൂറ്റാണ്ടിൽ ലത്തീൻ ഭാഷയിൽ രചിക്കപ്പെട്ട ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്ത ആളാണ് KS മണിലാൽ. അദ്ദേഹത്തിന് 2020 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, 2025 നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിയുടെ പേര് MD നിള. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിയുടെ പേര് MD നിള. വേദി തിരുവനന്തപുരമായിരുന്നു. മറ്റു വേദികളൊക്കെ കേരളത്തിലെ പ്രധാന നദികളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത്, ചഷ്മ 5 എന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം പാകിസ്ഥാൻ. ചഷ്മ 5 എന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം പാകിസ്ഥാൻ. ചൈനയുടെ സഹായത്തോടെയാണ് പാകിസ്ഥാൻ ചഷ്മ 5 എന്ന ആണവ നിലയം നിർമ്മിക്കുന്നത്. നെക്സ്റ്റ് വൺ, 2024 179 പേരുടെ മരണത്തിനിടയാക്കി വിമാനാപകടം നടന്ന രാജ്യം ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയയിലാണ് 179 പേരുടെ മരണത്തിനിടയാക്കി വിമാനാപകടം നടന്നത്. ദക്ഷിണ കൊറിയയിലെ മുവാൻ എയർപോർട്ടിലാണ് ഈ അപകടം ഉണ്ടായത്. അടുത്തത്, 78ാമത് സന്തോഷ് ട്രോഫി 2024-25 ജേതാക്കൾ പശ്ചിമ ബംഗാൾ. കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. പശ്ചിമ ബംഗാളിൻ്റെ 33ാമത്തെ കിരീടമാണിത്. 78ാമത് സന്തോഷ് ട്രോഫി 2024-25 ജേതാക്കൾ പശ്ചിമ ബംഗാൾ കേരളത്തെ പരാജയപ്പെടുത്തി. പശ്ചിമ ബംഗാളിൻ്റെ 33ാമത് കിരീടമാണിത്. ഇതിൻ്റെ ഫൈനൽ വേദി ഹൈദരാബാദായിരുന്നു. നെക്സ്റ്റ് വൺ, 18ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ മുഖ്യ അതിഥി ക്രിസ്റ്റീൻ കാർല കങ്കലു. 18ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ മുഖ്യ അതിഥി ക്രിസ്റ്റീൻ കാർല കങ്കലു. ഇതിൻ്റെ വേദി ഭുവനേശ്വരായിരുന്നു. 18ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി ഭുവനേശ്വരായിരുന്നു. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്.